പല വാർഡുകളിലും ആവശ്യത്തിന് ജനസംഖ്യയില്ല. നിർദ്ദേശിക്കപ്പെട്ട ജനസംഖ്യയുടെ പകുതി പോലുമില്ല. എന്നാൽ മറ്റ് ചില വാർഡുകളിലാവട്ടെ നിർദ്ദേശിക്കപ്പെട്ട വോട്ടർമാരുടെ ഇരട്ടിയോളം വോട്ടർമാരുണ്ട്. ഇന്നത്തെ പത്രത്തിൽ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത വായിക്കുകയായിരുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ എന്തടിസ്ഥാനത്തിലാണ് വാർഡുകൾ വിഭജിക്കുന്നത്? ഒരു പഞ്ചായത്തിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ അതുമല്ലെങ്കിൽ കോർപ്പറേഷനിൽ എത്ര വാർഡുകൾ വരെ ആകാം? ഇനി ഓരോ വാർഡിലും അനുവദനീയമായ ജനസംഖ്യ എത്രയാണ്? നമുക്ക് പരിശോധിക്കാം. വെൽക്കം ടു സോഷ്യൽ സയൻസ് പാഠശാല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വാർഡ് വിഭജനം പൂർത്തിയാക്കുന്നത് ഒരു ഡീലിമിറ്റേഷൻ കമ്മീഷനാണ്. 1994 കേരള പഞ്ചായത്തി രാജ് ആക്ടിൻ്റെ സെക്ഷൻ 10(1) ഇത് വ്യക്തമായി പറയുന്നുണ്ട്. മുനിസിപ്പാലിറ്റീസ് ആക്ടിൻ്റെ സെക്ഷൻ 69 പറയുന്നതും ഡീലിമിറ്റേഷൻ കമ്മീഷനെ കുറിച്ച് തന്നെയാണ്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറാണ് ഡീലിമിറ്റേഷൻ കമ്മീഷൻ്റെ ചെയർമാൻ. കമ്മീഷൻ ചെയർമാനെ കൂടാതെ ഇതിൽ 4 അംഗങ്ങൾ കൂടിയുണ്ട്. അംഗങ്ങൾ ഗവൺമെൻറ് സെക്രട്ടറിയിൽ കുറയാത്ത റാങ്ക് ഉള്ളവരായിരിക്കണം. ജില്ലാ കളക്ടർ നൽകുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വാർഡുകൾ നിർണ്ണയിക്കുന്നത് ഈ ഡീലിമിറ്റേഷൻ കമ്മീഷനാണ്. സാധാരണയായി ഗ്രാമപഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും 14 മുതൽ 24 വരെ വാർഡുകൾ ഉണ്ടാകും. ജില്ലാ പഞ്ചായത്തിലാകട്ടെ 17 മുതൽ 33 വരെ വാർഡുകളാണ് ഉണ്ടാകുക. മുനിസിപ്പാലിറ്റിയിൽ 26-നും 53-നും ഇടയിൽ വാർഡുകൾ ഉണ്ടാകും. 56-നും 101-നും ഇടയിൽ വാർഡുകളാണ് ഒരു കോർപ്പറേഷനിൽ ഉണ്ടാകുക. ഗ്രാമപഞ്ചായത്തിലെ ഒരു വാർഡിൽ 1000-നും 2000-നും ഇടയിൽ ആളുകൾ ഉണ്ടാകും. മുനിസിപ്പാലിറ്റി വാർഡിൽ 3000-നും 5000-നും ഇടയിൽ ജനങ്ങളുണ്ടാകും. കോർപ്പറേഷനുകളിൽ ഇത് 8000-നും 12000-നും ഇടയിലാണ്. എന്നാൽ ഒരു വാർഡിലെ ജനസംഖ്യയെക്കുറിച്ച് പഞ്ചായത്തി രാജ് ആക്ടോ മുനിസിപ്പാലിറ്റീസ് ആക്ടോ ഒന്നും തന്നെ പറയുന്നില്ല. ഓരോ പ്രദേശത്തെയും ജനസംഖ്യ അനുസരിച്ച് ഡീലിമിറ്റേഷൻ കമ്മീഷൻ അത് ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്.